ഹലോ ഗൈസ്, എന്നതാ പരിപാടീസ്? അപ്പോൾ ഇന്ന് വളരെ റാൻഡമായിട്ട് നമുക്കൊരു ബീറ്റ് ചെയ്ത് നോക്കാം. ലെറ്റ്സ് ഗോ. അപ്പോൾ ഇന്ന് ചെയ്യുന്ന ഈ ബീറ്റ് നിങ്ങൾക്ക് ഡയറക്റ്റ്ലി എൻ്റെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ പോയി കഴിഞ്ഞാൽ എൻ്റെ ഇൻസ്റ്റ അക്കൗണ്ടിലേക്കുള്ള ലിങ്ക് കിടപ്പുണ്ട്. നിങ്ങൾ ലിങ്ക് വഴി കയറി നിങ്ങൾ ഈ വീഡിയോയുടെ പേര് ടൈപ്പ് ചെയ്ത് എനിക്ക് DM ചെയ്യുക. DM ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതാണ്. അത് ബീറ്റ് പർച്ചേസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ചെയ്യുക. അപ്പോൾ മൂവിങ് ആണ്. നമുക്ക് ഒരു VST എടുത്തിടണം. ഓൾറെഡി മുടി ക്രിയേറ്റ് ആയിട്ടാണ് കിടക്കുന്നത്. നമുക്ക് ഇടേണ്ടത് എക്സ്പാൻഡ് ആണ് ഇടേണ്ടത്. അത് ഓക്കെ. നമുക്ക് ആക്ച്വലി വേറൊരു ബ്രൈറ്റ് പാഡ് എടുത്തിട്ട് നോക്കാം. ഓക്കെ, ഒരു MT MIDI നമുക്ക് ക്രിയേറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, ഹെഡ്ഫോൺ നമുക്ക് സ്കെയിൽ മാറ്റി ജി മൈനർ ഇടാം. ജി മൈനർ. Yeah, nice. Okay. നമുക്കിതിൽ കുറച്ച് ബേസും കുറച്ച് പരിപാടിയും കൊണ്ട് ചെയ്യാനുണ്ട്. അപ്പോൾ അതാണ് നമുക്ക് ചെയ്ത് നോക്കാം. ഇത് നമുക്ക് ബേസ് ആഡ് ചെയ്യണം കോഡ്സിൽ തന്നെ. ഏറ്റവും താഴെ കിടക്കുന്ന നമ്മുടെ റൂട്ട് നോട്ട് അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഇതെടുത്തിട്ട് നമുക്ക് ബേസ് ആക്കി ഇടാം. ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. നൈസ്. ഓക്കെ, നമ്മളതും കൊടുത്തു.
നമ്മൾ ഇനി ലെയേഴ്സ് കൊടുത്ത് നോക്കാം ഇനി ഇതിനെല്ലാം. ഓക്കെ, അപ്പോൾ നമുക്ക് എക്സ്പാൻഡിൽ ആക്ച്വലി നമുക്ക് ഇങ്ങനെ തന്നെ ലെയേഴ്സ് കൊടുക്കാനായിട്ട് പറ്റും. 4 സൗണ്ട്സ് ആക്ച്വലി ഒരൊറ്റ മിഡിയിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്നതാണ്. സൈഡിൽ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് അതിനകത്ത് എഫക്ട്സ് കാണാം. അപ്പോൾ എഫക്ട്സ് ട്വീക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള വ്യത്യാസങ്ങൾ നമുക്ക് കിട്ടും. ഓക്കെ, നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തു. ഇനി നമുക്ക് ഒരു ആക്ഷൻ പാഡ് അല്ലെങ്കിൽ ബേസ് നമുക്ക് അതിനകത്തോട്ട് ഇട്ട് നോക്കാം. നൈസ്. ഓക്കെ, അത് കോപ്പി ചെയ്ത് നമുക്കൊന്ന് ഒരു വീഡിയോ കൂടെ നമുക്ക് സെറ്റപ്പ് ചെയ്തിടാം. അതിനകത്ത് നമുക്ക് BBC സിംഫണിയാണ്. ഓക്കെ, നമ്മൾ വീണ്ടും ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് നമ്മൾ ഇപ്പുറത്ത് ഒരു വയലിനും കൂടെ ഇട്ടു. അടുത്ത മിഡി ക്രിയേറ്റ് ചെയ്തു. നമുക്ക് എക്സ്പാൻഡ് വീണ്ടും എടുത്തിടാം. നമുക്കതിലേക്കൊരു ലീഡ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. യെസ്, നമ്മൾ അന്നേരം തന്നെ നമ്മൾ നമ്മുടെ കീബോർഡിൽ വരച്ചെടുത്തതാണിത് ലൈവായിട്ട്. നമ്മൾ അതിന് ലെയേഴ്സ് കൊടുക്കുകയാണ്. നമ്മളൊരു മെയിൻ ലീഡായിട്ട് നമ്മളൊരു വയലിൻ സിംഫണി ഓർക്കസ്ട്ര വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കുകയാണ്. സോ കഴിഞ്ഞതിൻ്റെ കോഡ്സുമായിട്ട് സെറ്റായി പോകാനായിട്ട് നമ്മൾ അത് പുറകിൽ എടുത്തിട്ട് ഫോക്കസ് ഇട്ടിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. യെസ്, നൈസ്. ഓക്കെ, നമുക്കൊരു ലെയർ കൂടെ അതിന് കൊടുക്കാം. യെസ്, നമുക്കതൊരു എന്താണ്, നമുക്ക് ഒരു EQ വിട്ട് വൽഹല വിൻറ്റേജ് വെർബ് ഇട്ട് നമുക്ക് അതിലേക്കൊരു സൂപ്പർ മാസീവും കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ റീവേർബ് ഒന്ന് സെറ്റാവും. കുറച്ച് ലോ കട്ട് ചെയ്ത് കളയാം, ഹൈയും നൈസായിട്ട് കട്ട് ചെയ്ത് കളയാം. ഡിഫറൻസ് മനസ്സിലാൻ വേണ്ടി ഉണ്ടാവും. ഇനി നമുക്കിതൊന്ന് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് കുറച്ചൊന്ന് വലിച്ചിട്ടിട്ട് നമുക്ക് ബാക്കി ഡ്രംസിലേക്ക് കിടക്കാവുന്നതാണ്. ക്രിയേറ്റ് ചെയ്തു.
ഒരു ഹൈ ഹാറ്റ് കൊടുക്കാം. ഓക്കെ, empty MIDI. ഓക്കെ, നൈസ് ബൗൺസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അടുത്ത മെഡി ക്രിയേറ്റ് ചെയ്ത് നമുക്കൊരു ക്രാഷസ് എല്ലാം നമുക്ക് എടുത്തിടാം. ബെറ്റർ ഐ തിങ്ക് ഡ്രം ബസ് ഒരെണ്ണം, അല്ല ഡ്രം ട്രാക്ക് ഒരെണ്ണം ഇടാം. രണ്ടാമത്തെ നമുക്ക് വലിച്ചിടാം. മൂന്നാമത്തെ ഇടാം. ഓക്കെ, മൂന്നെണ്ണം നമ്മളിട്ടു. യെസ്, നൈസ് നൈസ്. ഇനി നമുക്ക് ക്ലാപ്പ് കൊടുത്ത് നോക്കാം. ക്രാഷ് ഞാൻ ആക്ച്വലി ഒരു ഡിഫറെൻ്റ് അപ്രോച്ചാണ് ഞാൻ കൊടുത്തത്. ഇനി ക്ലാപ്പ് നമുക്ക് നോക്കാം. അത് നോർമൽ സ്ഥലം തന്നെ ക്ലാപ്പ് പോകുന്നത് 1/4 ആക്കാം. Yes. Yeah, nice. നമ്മൾ സ്കെയിൽ ഒന്നും കൂടെ നമ്മൾ സെറ്റാക്കി നോക്കുകയാണ്. ക്ലാപ്പിൻ്റെ കിടക്കുന്നത്. അടുത്ത വീഡിയോ ക്രിയേറ്റ് ചെയ്യാം. അതിലേക്ക് നമ്മളിപ്പോൾ ഒരു സ്നെയർ ആഡ് ചെയ്തു. ഒന്ന് ക്ലാപ്പിന് നമ്മൾ ലെയർ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു നമ്മളത് ആഡ് ചെയ്തത്. അടുത്ത വീഡിയോ ക്രിയേറ്റ് ചെയ്തു. നമുക്ക് കുറച്ച് പെർക്കഷൻസ് ആഡ് ചെയ്യാം. യെസ്, അത് കേൾക്കത്തില്ല. നൈസ്, അത് കൊള്ളാം, അത് കൊള്ളാം, ഇത് കൊള്ളാം. യെസ്, ഒരു ഒക്ടേവ് കേട്ടിട്ട് നോക്കാം. യെസ്, നൈസ്.
അടുത്ത മിഡി സ്നെയർ നമുക്ക് കൊടുത്തേക്കാം, കുറച്ചുകൂടി ബൗൺസ് കിട്ടും. 1/8. Yes. Yeah, nice. ഓക്കെ, അടുത്ത മിഡി നമുക്ക് നോക്കാം. അതിലേക്ക് നമ്മൾ എംടി ക്ലിപ്പ് ക്രിയേറ്റ് ചെയ്തു. അതിലേക്ക് നമ്മൾ മറ്റൊരു ബോക്സ്. യെസ്, യെസ്, ബോക്സ് എടുത്തിട്ട് അതിന് മുന്നേ നമുക്ക് ബോക്സിനുള്ള സ്പേസ് കൊടുക്കാം. സ്നെയർ കിടക്കുന്ന രണ്ടിടത്തും നമ്മളിത് സ്നെയറെ മാറ്റാൻ പോവുകയാണ്. അപ്പോൾ ആ പ്ലേസിലേക്ക് നമ്മൾ ബോക്സ് ഇടാൻ പോവുകയാണ്. മാറ്റിയ ഭാഗത്തോട്ട് 1/8 ഇട്ടു. ആൻഡ് ഐ തിങ്ക് കേട്ട് നോക്കാം. അതെ, യെസ്. നമുക്ക് മൂന്നാമത്തെ കിക്ക്, രണ്ടാമത്തെ കിക്ക് നമുക്ക് കൊടുക്കാം. രണ്ടാമതാണ് ബേറ്റർ. രണ്ടാമത്തെ കിക്ക് കൊടുക്കാം. യെസ്, ഡബിൾ ക്ലിക്ക്, insert empty MIDI clip, and 1/8. Let's go. Hey, hey, let's go. Duplicate DM. Hey, 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 hey. Hey, 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 hey. Let's go. നമുക്ക് അടുത്ത പിടി ക്രിയേറ്റ് ചെയ്യാം. നമുക്ക് 8/8 കൊടുക്കാം. അപ്പോൾ നമ്മൾ 8/8 നമ്മളിടുമ്പോൾ കിക്കിൻ്റെ സെയിം ടൈമിങ്ങിലാണ് നമ്മൾ ഇടാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ രണ്ടും കൂടെ സെലക്ട് ചെയ്തിട്ടുണ്ട്. ബട്ട് അതിൻ്റെ കൂടെ നമുക്ക് കോഡ്സിൻ്റെയും കൂടെ വേണം, എന്നാലേ നമുക്ക് 8/8 കയറ്റി ഇറക്കി ഇടാൻ പറ്റത്തുള്ളൂ. എന്തായാലും സ്കെയിലൊന്ന് ഓണാക്കി ഇടാം. നമുക്കിനി കോഡ്സ് ഒരെണ്ണം സെലക്ട് ചെയ്തു. ഫോക്കസ് നമ്മൾ കൊടുത്ത് നമ്മൾ 8/8ലേക്ക് എടുത്തിട്ടേക്കാണ് ഫോക്കസ്. ഇനിയിപ്പോൾ നമുക്ക് 8/8 കൊടുത്ത് നോക്കാം. നമുക്ക് ആദ്യം എല്ലാം കറക്റ്റ് കിക്കിൻ്റെ ടൈമിൽ നമുക്ക് 8/8 വെച്ച് കൊടുത്ത് നോക്കാം. എന്നിട്ട് നമുക്ക് സ്കെയില് മാറ്റി കയറ്റി ഇറക്കി കൊടുക്കാവുന്നതാണ്. ലെറ്റ്സ് ഗോ. യെസ്, നമ്മൾ പ്രത്യേകം കയറ്റി ഇട്ടേക്കാണ്. ബിക്കോസ് അത് നമുക്ക് കറക്റ്റ്
കുറച്ച് നമുക്ക് അറിയാൻ പറ്റും. കോഡ്സിൻ്റെ നമ്മൾ കൊടുക്കുന്ന ടോൺ നമുക്ക് അറിയാൻ പറ്റും. കയറ്റി ഇട്ട് കൊടുക്കുക. ഓക്കെ, നമ്മളത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തു. ഓക്കെ, നമുക്ക് ഏറ്റവും വലിയ നമുക്കൊരു സാച്ചുറേറ്റർ എടുത്തിടാം നൈസായിട്ട്. യെസ്, അതിൻ്റെ കൂടെ നമ്മൾ ഏറ്റവും നമ്മൾ ഗിക്കുമായിട്ട് നമ്മൾ സൈഡ് ചെയിൻ ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ ചെയ്തിട്ടുണ്ട്, ഓൾറെഡി ചെയ്ത് വെച്ചേക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ ബീറ്റ് ഫുള്ള് നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഫുൾ അറേഞ്ച് സെറ്റ് ചെയ്തിട്ട് ഈ ഫുൾ ബീറ്റ് എങ്ങനെയുണ്ട് എന്നുള്ളത് കേട്ടോ നോക്കാം. Intro. Let's go. Let's go. Okay. Verse വരുവാണ്. Again, അടുത്ത വേഴ്സിലോട്ട് കയറിയിട്ടുണ്ട്. സിന്ത് പാഡ് യൂസ് ചെയ്ത ഭാഗമാണത്. ചെറിയ എക്സ്പാൻഡ് തന്നെ നമ്മൾ യൂസ് ചെയ്തിട്ട് അതിൽ ബേസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, താഴെ കമൻറ്റ് ചെയ്യുക, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, താഴെ കാണുന്ന ബെല്ലൈക്കൺ ഞെക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ നോട്ടിഫിക്കേഷനും കൃത്യമായി കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.